ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 38 ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അതികാലത്ത് ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും. യേശുവിന്റെ ഐഹിക ജീവകാലത്ത് വളരെ കുറച്ചു സമയം മാത്രമേ യെരുശലേമിലും അതിനടുത്ത സ്ഥലങ്ങളിലും ചെലവഴിച്ചിട്ടുള്ളൂ. ക്രൂശ് മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവിടുന്ന് യെരുശലേമിലെ ദൈവാലയത്തിൽ അതിരാവിലെ ചെല്ലുകയും ദൈവവചനം പ്രസ്താവിക്കുകയും വൈകുന്നേരങ്ങളിൽ മിക്കവാറും ഒലിവുമലയിലേക്ക് ചെന്ന് രാത്രി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു പതിവ്. പെസഹയോടടുത്ത ദിവസങ്ങളായിരുന്നതിനാൽ ധാരാളം ജനങ്ങൾ അതിൽ പങ്കുചേരാൻ വേണ്ടി യെരുശലേമിൽ എത്തിക്കൊണ്ടിരുന്നു. ഓരോ പ്രഭാതവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറങ്ങി എണീറ്റനന്തരം മനസ്സ് ശാന്തമായിരിക്കുന്ന, ശരീരം ഊർജ്ജസ്വലമായിരിക്കുന്ന പ്രഭാതങ്ങൾ ഒരു ദൈവപൈതലിന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ഉറ്റിരിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ്. ഒരു പ്രഭാതം കൂടെ തന്ന ദൈവത്തിന്റെ കരുതലുകൾക്ക് നന്ദി പറയണം. ആ ദിനം മുഴുവൻ ജയജീവിതം നയിക്കാനുള്ള കൃപ ഏറ്റെടുക്കുവാനുള്ള സമയം. മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് ദൈവത്തോട് സംസാരിക്കാനും, മറ്റെന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് ദൈവവചനം കേൾക്കാനും, മറ്റെന്തെങ്കിലും വായിക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കാനും നാം മനസ്സ് വയ്ക്കുമെങ്കിൽ, അതൊരു ശീലമാകുമെങ്കിൽ അതിൻ്റെ ഫലം വളരെ ശ്രേഷ്ഠമായിരിക്കും. ഓരോ പ്രഭാതവും ഇവണ്ണം അനുഗ്രഹപൂർണമാകട്ടെ. ഗാഡ് ബ്ലെസ് യു.